ഹലോ, വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തൻ കറിയാണ്. ചക്കര മത്തൻ എന്നൊക്കെ പറയും. ഇതൊരു ട്രഡീഷണൽ ഡിഷാണ്. പണ്ട് തൊട്ടേ പഴമക്കാരുണ്ടാക്കി വരുന്ന ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് മത്തൻ കറി എന്നാണ് പറയുക. സ്വീറ്റ്സ് ആണ് എങ്കിൽ പോലും മത്തൻ കറി പറയും. വേറെ നാട്ടിലൊക്കെ ഇതിന് ചക്കര മത്തൻ, ശർക്കര മത്തൻ, അങ്ങനെ പല പേരുണ്ട്. ഇനി നമുക്ക് മത്തൻ കറിക്കുള്ള മത്തൻ പോയി പറിക്കാം. നമ്മളെപ്പോഴും നല്ല പഴുത്ത മത്തൻ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഈ മത്തൻ്റെ കളറൊക്കെ നല്ല പോലെ മാറി അത് നമ്മളെപ്പോഴും മത്തൻ പറിക്കാണ്ട് വെക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല പോലെ അത് ഒരു യെല്ലോ കളറായിട്ട് അതിൻ്റെ ആ ഞെട്ടിയല്ലേ, അത് തണ്ടൊക്കെ ഒരു ഉണങ്ങിയ പോലെ ആകുമ്പോൾ വേണം നമ്മളിത് പറിക്കാൻ. ഇത് പണ്ട് തൊട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു ഡിഷാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് പറയുന്നേക്കാം, വല്യമ്മമാരൊക്കെ പറയുന്നേക്കാം ഇത് ഭയങ്കര സ്പെഷ്യൽ ഒക്കേഷന് മാത്രമാണ് ഇത് ഉണ്ടാക്കുകയെന്ന്. അവർക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്ക് മത്തൻ പറിച്ചിട്ട് മത്തൻ കറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമ്മൾ ആ പറിച്ച മത്തന് മുഴുവനായിട്ട് തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ മത്തന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല പോലെ പഴുത്ത പൊടിയുള്ള മത്തനായിരിക്കണം. നമുക്ക് ഈ മത്തനൊന്ന് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ ഇട്ട് കൊടുക്കാം. 3 വിസിലാകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ഈ മത്തൻ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാം. 3 വിസിലാകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഈ മത്തൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്, ഒരു ബോൾ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം പാർന്ന് അരച്ചെടുത്താൽ മതി. നമ്മളങ്ങനെ പച്ചരി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അത് ഞാനിവിടെ 2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിലേക്ക് ശർക്കര മാത്രമേ യൂസ് ആക്കുള്ളൂ, പഞ്ചസാര യൂസ് ആക്കാൻ പാടില്ല. പിന്നെ മധുരമൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറക്കും ചെയ്യാം. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കാം. നമ്മൾ കുഞ്ഞിപ്പത്തിരിയും പിടിയൊക്കെ ഉണ്ടാക്കൂല, അതുപോലെ തന്നെ ഞാനിവിടെ മാവ് വാട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പത്തിരിക്ക് മാവ് കുഴക്കൂല, അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ നീളത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എല്ലാ മാവും ഇതുപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ കുഞ്ഞ് ബോളാക്കി ചെയ്തെടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുഞ്ഞ് ബോളാക്കി എടുത്തിട്ട് നല്ലപോലെ റൗണ്ട് ചെയ്തിട്ട് കയ്യിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് പൊടി തൂവി കൊടുക്കുന്നുണ്ട്. അതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ മാവ് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പത്തിരിപ്പൊടി തന്നെയാണ് കേട്ടോ കയ്യിൽ തൂവി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുഴുവൻ മാവ് ഇങ്ങനെ കുഞ്ഞ് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. കുക്കർ 3 വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം.
മത്തനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല പൊടിയുള്ള മത്തനാണ്. പിന്നെ നല്ല പഴുത്ത മത്തനായതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരം ഇതിന് തന്നെ ഉണ്ടാവും. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ല വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് 4 ബോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ല പോലെ തിളക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പായസം പിന്നെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ആ വെള്ളച്ചുവ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചുരണ്ടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ തേങ്ങ ചുരണ്ടിയതാണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും തേങ്ങയൊക്കെ നല്ല പാലുള്ള ഇളം തേങ്ങയാണെങ്കിൽ അത്രയും നല്ലതാവും, നല്ല ടേസ്റ്റ് ആവും. നല്ല പാലുള്ള തേങ്ങ ഇട്ട് കൊടുക്കാൻ നോക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നല്ല പോലെ തിളക്കുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ടുള്ള മാവില്ലേ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. അതുപോലെ തന്നെ ആ മാവിൻ്റെ ആ കുഞ്ഞ് ബോൾസൊക്കെ അല്ലേ അത് നല്ല പോലെ വേവട്ടെ. തിളക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പച്ചരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. സെയിം ടൈം അത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുന്ന ആ സെയിം ടൈമിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് തിളക്കുന്നുണ്ട്, ബബിൾസ് വരുന്നത് കണ്ടില്ലേ. അപ്പം നമ്മളിതിലേക്ക് മത്തന് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള മത്തന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. ചക്കര മത്തൻ, ശർക്കര മത്തൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ മത്തൻ കറി റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ തിക്കായിട്ട് വേണം ഉണ്ടാക്കാൻ, ലൂസ് ആവരുത്. ഇതിൽ ആ തേങ്ങയും ആ കുഞ്ഞു ബോളും ആ മത്തനും ശർക്കരയും കൂടിയിട്ടുള്ള മിക്സൊക്കെ കൂടി കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല സ്വീറ്റാണ്, പോരാത്തതിന് ഹെൽത്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്.